അഗസ്ത്യൻ പറഞ്ഞു, ശിവഭക്തന്മാരെ ശിവഭാവനയോടുകൂടി നിത്യം പൂജിക്കുന്നവരും ഭസ്മരുദ്രാക്ഷധരന്മാർ ചെയ്യുന്ന അപരാധത്തെ ക്ഷമിക്കുന്നവരും പ്രാണസന്ദേഹത്തിൽ കൂടി ശിവപ്രീതിയെ ആഗ്രഹിച്ച് ഭക്തന്മാർ ചെയ്ത ദ്രോഹത്തിന് പ്രതിക്രിയ ചെയ്യാത്തവരും ഭക്തന്മാർ അപ്രകാരം ചെയ്താലും പിന്നെയും അവരെ പൂജിക്കുന്നവരും ശിവപ്രീതിക്ക് പാത്രങ്ങളാവുന്നു. അവർക്ക് മഹേശ്വരൻ പ്രസാദിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കോടി യാഗം കൊണ്ടും പ്രസാദിക്കുന്നില്ല. ഇതിന് പ്രസിദ്ധമായ ഒരു ഇതിഹാസം കേൾക്കുവിൻ. ഇതിന്റെ ശ്രവണം കൊണ്ട് മഹേശ്വരങ്കൽ ദൃഢഭക്തി ഭവിക്കും. അനവധി ഗോപന്മാർ വസിക്കുന്നതായ ചേതി രാജ്യത്തിൽ ത്രൈലോക്യപ്രസിദ്ധനായി സത്യാർത്ഥൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം നിത്യവും ശിവഭക്തന്മാരുടെ അഭീഷ്ടമെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ശിവഭക്തന്മാർ യാചിച്ചാൽ പ്രാണങ്ങളെയും കൂടി കൊടുക്കും. ശിവഭക്തന്മാരെ ദൂരത്തിൽ കണ്ടാൽ നമസ്കരിക്കും. ശിവഭക്തന്മാർക്ക് രാജഭവനത്തിൽ കടക്കുവാൻ യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെയിരിക്കുമ്പോൾ ആ രാജാവിന് മുക്തിനാഥൻ എന്നു പേരായ ഒരു രാജാവ് ശത്രുവായി ഭവിച്ചു. അതുകൊണ്ട് അവർ തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ സത്യാർത്ഥൻ മുക്തിനാഥനെ ജയിച്ച് ആ രാജാവിന്റെ സൈന്യത്തെയും ധനത്തെയും രാജ്യത്തെയും കൈക്കലാക്കി. ദുർബലനായ മുക്തിനാഥൻ യുദ്ധത്തിൽ തോറ്റ് സർവവും ത്യജിച്ച് ഓടി കാട്ടിൽ പോയിരുന്നു. ശത്രുവായ സത്യാർത്ഥനെ ചതിക്കാനുള്ള അവസരത്തെ ആലോചിച്ചുകൊണ്ട് തന്നെ സമയം കഴിച്ചു. വളരെ ആലോചിച്ചപ്പോൾ ഒരു ഉപായം കണ്ടു നിശ്ചയിച്ചു. ആ രാജാവ് ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ച് ഒരു പുസ്തകത്തെയും കയ്യിൽ ധരിച്ച് ഒരു താപസവേഷധരനായി സത്യാർത്ഥന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. അപ്പോൾ സത്യാർത്ഥൻ നായാട്ടു ചെയ്ത ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്നു. താപസൻ അകത്ത് ശത്രു ഉണ്ടെന്നറിഞ്ഞിട്ട് അകത്തേക്ക് കടന്നു. അതുകൊണ്ട് കാവൽക്കാർ, രാജാവ് ഉറങ്ങുമ്പോൾ അകത്തെന്തു കാര്യമാണ്, പുറത്തു പോവുക എന്ന് പറഞ്ഞു. അതൊന്നും കൂട്ടാക്കാതെ കപടതാപസൻ രാജാവിന് ഗോപ്യമായ ചില തത്വാർത്ഥങ്ങളെ ഉപദേശിക്കുവാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് രാജാവ് കിടക്കുന്ന മുറിയിലേക്ക് പോയി. ജടാധരനായ ആ താപസനെ കണ്ട് രാജ്ഞി രാജാവിനെ ഉണർത്തി. രാജാവ് ഉണർന്ന് വ്യാജവേഷധരനായ ശത്രുവിനെ അറിയാതെ താപസനാണെന്ന് വിചാരിച്ച പാദങ്ങളിൽ നമസ്കരിച്ചു. തൊഴുതുകൊണ്ട് ഒരു വലിയ സിംഹാസനത്തിൽ ഇരുത്തി പറഞ്ഞു, ഞാൻ ഭവാന്റെ പാദാംബുജ ദർശനത്താൽ ധന്യനായി, അനുഗൃഹീതനുമായി. ഭവാന്റെ പാദരേണുക്കളാൽ ഈ ഗൃഹം പരിശുദ്ധമായി. ഭവാന്റെ സേവ കൊണ്ട് എന്റെ മനസ്സും നിർമ്മലമാകുന്നു. ഞാൻ ഭവാന്റെ കിങ്കരനാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിക്കുക. ഈ ധനാദികളെല്ലാം എന്റേതല്ല, ഭവാന്റേതാണ്. എന്റെ പ്രാണങ്ങൾ കൂടി ഭവാന്റേതാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. സത്യാർത്ഥൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് പറയുമ്പോൾ കപടതാപസൻ ചിരിച്ചുകൊണ്ട്, ഹേ രാജേന്ദ്ര, ഞാൻ പറയുന്നത് കേൾക്കുക. നീ ഭക്താഗ്രഗണ്യനാണല്ലോ. ഞാൻ ഭവാന് ഗോപ്യമായ ശിവതത്വാർത്ഥങ്ങളെ ഉപദേശിക്കുവാൻ വേണ്ടിയാണ് വന്നത്. അത് ഭവാൻ തന്നെ ഇരുന്നു കേൾക്കേണ്ടതാണ്. കൈലാസത്തിൽ വെച്ച് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചതാണ്. ഇങ്ങനെ താപസൻ പറഞ്ഞു കേട്ട് രാജാവ് രാജ്ഞിയോട് പുറത്തേക്ക് പോകുവാൻ പറഞ്ഞു. അപ്പോൾ രാജ്ഞി പുറത്തേക്ക് പോയി. താപസൻ വാതിലടച്ച് രാജാവിന് ഭസ്മം കൊടുത്ത് ഉപദേശത്തിനായി നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് രാജാവ് എഴുന്നേറ്റ് താപസന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ താപസൻ വസ്ത്രത്തിൽ ഒളിച്ചു വെച്ചിരുന്ന വാളെടുത്ത് സത്യാർത്ഥന്റെ ഭുജാന്തരത്തിൽ വെട്ടി. മർമ്മത്തിൽ വെട്ടുകൊണ്ടതിനാൽ രാജാവ് മൂർച്ഛിതനായി ഭവിച്ചു. പിന്നെ സത്യാർത്ഥൻ അയ്യോ ഞാൻ ഹതനായി എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അത് കേട്ട് കാവൽക്കാരൻ വാതിലിനെ പൊളിച്ച് ഓടിവന്ന് താപസന്റെ കയ്യിൽ കടന്നു പിടിച്ചു. വാളെടുത്ത് താപസനെ വെട്ടുവാൻ വേണ്ടി ജടയിൽ പിടികൂടി. ആ സമയത്തെ സത്യാർത്ഥൻ കണ്ണുമിഴിച്ചു നോക്കി കാവൽക്കാരനെ വിളിച്ചു. എന്റെ പ്രാണങ്ങളാണ്, നീ അവനെ വിടണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുപിതന്മാരായ ഭടന്മാർ കൂട്ടം കൂട്ടമായി വന്ന് താപസനെ കൊല്ലുവാൻ ശ്രമിച്ചു. രാജാവ് അവരെയെല്ലാം വിരോധിച്ചു. വെട്ടുകൊണ്ടിട്ടുള്ള വേദനയെ സഹിച്ചുകൊണ്ട് സത്യാർത്ഥൻ താപസനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുന്ന കപടതാപസനെ രാജഭടന്മാർ രാജശാസനയാൽ ആ രാജ്യത്തെ കടത്തിവിട്ടു. അപരാധം ചെയ്തവനാണെങ്കിലും താപസന് യാതൊരു ഉപദ്രവവും ചെയ്തില്ല. ശത്രുവിനെ ഉപേക്ഷിക്കുന്നത് രാജധർമ്മമോ എന്ന് ചില ബന്ധുക്കൾ സത്യാർത്ഥനോട് ചോദിച്ചു. അവൻ, എനിക്ക് അപരാധം ചെയ്ത ശത്രുവാണെങ്കിലും ഭസ്മരുദ്രാക്ഷധരനായതുകൊണ്ട് എന്റെ സ്വാമിയായ ശ്രീ പരമേശ്വരൻ തന്നെയാവുന്നു. അവൻ എന്റെ ശത്രുവല്ല എന്ന് പറഞ്ഞു. പിന്നെ സത്യാർത്ഥൻ ആ താപസനെ ക്ഷേമമായി രാജ്യത്തെ കടത്തിവിട്ടു എന്നറിഞ്ഞിട്ട് തന്റെ കൽപ്പനയെ പാലിച്ചവരായ ഭടന്മാരെ ബഹുമാനിച്ചു.
പിന്നെ സത്യാർത്ഥൻ നടേശമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയാനിധിയായ മഹേശ്വരൻ പ്രത്യക്ഷനായി വന്ന് സത്യാർത്ഥന് മുക്തിയെ കൊടുത്തു. ഭക്തന്മാരാൽ ഹിംസിക്കപ്പെട്ടാലും പരുഷവാക്കുകളാൽ പീഡിതനായാലും പ്രാണസംശയം വരുത്തിയാൽ കൂടിയും ആ മഹേശ്വര പ്രീതിക്കായി പിന്നെയും ആ ഭക്തന്മാർക്ക് ആർ ഹിതത്തെ ചെയ്യുന്നുവോ അവർക്ക് മഹേശ്വരൻ പ്രീതനായിട്ട് പിന്നെ സംസാര ദുഃഖത്തെ കൊടുക്കുന്നില്ല എന്ന് സ്കന്ദോപ പുരാണത്തിൽ 17-ാം അധ്യായം. 18-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു: ഹേ മുനികളെ, സദാശിവ പദാരവിന്ദങ്ങളിലുള്ള പരിശുദ്ധമായ ഭക്തി പൂർവജന്മങ്ങളിൽ സമ്പാദിക്കപ്പെട്ട പുണ്യങ്ങളാൽ ധന്യന്മാർക്ക് ഈ ജന്മത്തിൽ ലഭിക്കുന്നു. അങ്ങനെയുള്ള ദേഹി വ്യാഘ്രം കൂടിനെ പൊളിക്കുന്നത് പോലെ സംസാര ദുഃഖത്തെ ഛേദിച്ച് കടക്കാൻ പാടില്ലാത്ത ഭവസാഗരത്തെ കടക്കുന്നു. ഏതൊരു പ്രകാരം ശിവഭക്തി മുക്തിക്ക് മുഖ്യ സാധനമായി ഭവിക്കുന്നുവോ അതുപോലെ ശിവഭക്തന്മാരുടെ പാദസേവയും മുക്തിക്ക് മുഖ്യ സാധനമാകുന്നു. മഹേശ്വരൻ ഭക്തരൂപത്താൽ പൂജയെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നു. ലിംഗാദി പ്രതിമകളിൽ പൂജിക്കുന്ന പൂജയെ മറവായിട്ട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പ്രത്യക്ഷ ദേവസ്വരൂപനായ ഭക്തന്മാരുടെ പാദസേവയെ പ്രശംസിക്കുന്നത്. ലിംഗാദി പൂജയെയല്ല പ്രശംസിക്കുന്നത്. ആ ഭക്തന്മാരുടെ ദർശനം കൊണ്ടും സംസർഗം കൊണ്ടും സല്ലാപം കൊണ്ടും പാദസേവ കൊണ്ടും ഈ സംസാരത്തിൽ കിടന്ന് ദുഃഖിക്കുന്നവർക്ക് ക്ഷണത്തിൽ ദുഃഖനാശം സംഭവിക്കുന്നു. ഈ ലോകത്തിൽ യാഗം കൂടാതെയും തപസ് കൂടാതെയും വേദാന്ത വിചാരം കൂടാതെയും അനവധി ജനങ്ങൾ ഭക്തപാദസേവ മാത്രം കൊണ്ട് മുക്തന്മാരായിട്ടുണ്ട്. അതിന് പണ്ടത്തെ ഒരു ഇതിഹാസം ഇവിടെ ഉദാഹരണമായി പറയാം. ആ ഇതിഹാസത്തിൽ വീരമിന്ദൻ എന്ന ഭക്തന്റെ കഥയാണ് വർണ്ണിക്കപ്പെടുന്നത്. കേരള പ്രദേശത്തിൽ ശോണാചലം എന്നു പേരായ ഒരു ദേശമുണ്ട്. അതിൽ വീരമിന്ദൻ എന്നു പേരായ ഒരുവൻ ഉണ്ടായിരുന്നു. അവന് ബാല്യം മുതൽക്കു തന്നെ ശിവഭക്തന്മാരിൽ കലശലായ ഭക്തി ഉണ്ടായി. അത്ര ഭക്തി മഹേശ്വരങ്കിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുമ്പോൾ അവന് ഒരു വിചിത്ര ബുദ്ധി തോന്നി. ഭക്തന്മാരെ ദ്വേഷിക്കുന്നവരെ കൊല്ലുവാനായി ഒരു കോടാലിയെ ധരിച്ചുകൊണ്ട് ശിവങ്കലും ശിവഭക്തന്മാരിലും ആരെങ്കിലും അപരാധം ചെയ്താൽ അവരെ കൊല്ലുക. അതിന് സാധിച്ചില്ലെങ്കിൽ തന്റെ പ്രാണത്യാഗം ചെയ്യുക. ഇങ്ങനെ നിശ്ചയിച്ച് വളരെ മൂർച്ചയുള്ള ഒരു കോടാലി കയ്യിൽ ധരിച്ച് അത് ഒരു വ്രതമായി അനുഷ്ഠിച്ചു. അവൻ പരശുഹസ്തനായി വഴിയിൽ പോയിരുന്നു. വഴി നടക്കുന്ന ഭക്തന്മാരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവരെ ശിവസ്വരൂപമാണെന്നുള്ള ദൃഢനിശ്ചയത്തോടെ പൂജിച്ച് അവരുടെ അനുഗ്രഹത്തെ ലഭിച്ചു. ഇങ്ങനെയിരിക്കുമ്പോൾ വീരമിന്ദന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി: ഈ ഭൂലോകത്തിൽ പ്രസിദ്ധങ്ങളായ ശിവക്ഷേത്രങ്ങളിൽ എത്ര ശിവഭക്തന്മാർ വസിക്കുന്നു. ഞാൻ അവരെ സേവിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്റെ ജന്മം വ്യർത്ഥം തന്നെ. ഇനി ഞാൻ ഭൂപ്രദക്ഷിണം ചെയ്ത് അവിടെ സഞ്ചരിച്ച് ശിവസ്ഥലങ്ങളിൽ മഹേശ്വരനെയും സേവിച്ച് ശിവഭക്തന്മാരുടെ സേവ കൊണ്ടും സജ്ജന സംസർഗം കൊണ്ടും ഈ മനുഷ്യജന്മത്തെ കൃതാർത്ഥമാക്കാം. ഇങ്ങനെ നിശ്ചയിച്ച് അവൻ പരശുരാമ നിർമ്മിതമായ ദേശത്തെ കടന്ന് മാർഗത്തിൽ നദികളെയും പർവ്വതങ്ങളെയും കാടുകളെയും നാടുകളെയും കടന്ന് ത്രൈലോക്യ വിശ്രുതമായ ശ്രീ കാശി ക്ഷേത്രത്തിലെത്തി. ആ കാശി ക്ഷേത്രത്തിൽ വെച്ച് മരിക്കുന്നവർക്ക് മഹേശ്വരൻ താരകമന്ത്രത്തെ ഉപദേശിക്കുന്നു. ആ ക്ഷേത്രനാഥനായ വിശ്വനാഥസ്വാമിയെയും ഭക്തന്മാരെയും രാവും പകലും സേവിച്ചുകൊണ്ട് വീരമിന്ദൻ 3 സംവത്സരം അവിടെ താമസിച്ചു. പിന്നെ പതുക്കെ പുറപ്പെട്ട് കമലാലയത്തിലെത്തി. ദിവ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രത്നസിംഹാസന സ്ഥിതനായ ത്യാഗേശ്വരനെ സേവിച്ചു. സന്തുഷ്ടനായ വീരമിന്ദൻ ആ ക്ഷേത്രത്തിൽ ക്രോധത്തെ ജയിച്ചവരായും കാമത്തെ ജയിച്ചവരായും ഭസ്മത്താൽ മൂടപ്പെട്ട ദേഹത്തോടു കൂടിയവരായും രുദ്രാക്ഷമാലയാൽ അലങ്കൃതന്മാരായും പഞ്ചാക്ഷര ജപ തൽപരന്മാരായും ശ്രീ രുദ്രജപ തൽപരന്മാരായും ശിവദീക്ഷയോടുകൂടിയവരായും ശിവപൂജാരഥന്മാരായും ശിവപുരാണങ്ങളെ കേൾക്കുന്നവരായും ഇരിക്കുന്ന 12,000 ശിവഭക്തന്മാരെ കണ്ടു. അവൻ രോമാഞ്ചിത ദേഹത്തോടുകൂടി അവരുടെ മുമ്പിൽ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു: ഭവാന്മാരുടെ ശുശ്രൂഷ ചെയ്യുവാനായിക്കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ശിവഭക്തന്മാരെ ദ്രോഹിക്കുന്ന ജനങ്ങളെ കൊല്ലുവാൻ ഞാൻ സമർത്ഥനാണ്. ഭവാന്മാരെ ശരണം പ്രാപിച്ചവനായ എന്നെ ദാസനാണെന്ന് വിചാരിക്കുവിൻ. ഇങ്ങനെ വീരമിന്ദൻ പറഞ്ഞത് കേട്ട് ഭക്തന്മാർ അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചു. അവൻ ത്യാഗേശ്വരനെ എന്ന പോലെ തൽഭക്തന്മാരെ സേവിച്ചു. അങ്ങനെ 12 സംവത്സരം മഹേശ്വര ഭക്തന്മാരുടെ കൈകാര്യം ചെയ്തു. അപ്പോൾ ഭക്തന്മാരെല്ലാവരും കൂടി ആലോചിച്ച് അവനെ ത്യാഗേശ്വര ക്ഷേത്ര കാര്യാന്വേഷണത്തിന് അധീപനാക്കി വെച്ചു.
അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ സുന്ദരൻ താമ്പൂലം വായിൽ നിന്നു കളയാതെ ധൂർത്തനെ പോലെ ഗോപുരത്തെ കിടന്ന് ക്ഷേത്രത്തിനുള്ളിൽ മണ്ഡപത്തിൽ സംഘം കൂടി മഹേശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ഭക്തന്മാരെ അനാദരിച്ച് ഒന്നു നോക്കുകകൂടി ചെയ്യാതെ വീരമിന്ദന്റെ മുമ്പിൽ കൂടി ത്യാഗേശ്വരന്റെ അന്തർഗൃഹത്തിലേക്ക് പോകുവാൻ തുടങ്ങി. അതുകണ്ട് വീരമിന്ദൻ അതിക്രുദ്ധനായിട്ട് സുന്ദരനെ കൊല്ലുവാനായി കോടാലി എടുത്ത് സുന്ദരന്റെ നേരെ ചെന്നു. തന്നെ കൊല്ലുവാനായി ആയുധമൊങ്ങിക്കൊണ്ടുവരുന്ന അവനെ കണ്ട് സുന്ദരൻ ഭയപ്പെട്ട് ത്യാഗേശ്വരന്റെ അന്തർഗൃഹത്തിലേക്ക് ഓടി അകത്ത് കടന്ന് വാതിലടച്ചു. ത്യാഗേശ്വരനെ ശരണം പ്രാപിച്ചു. ശ്രീകോവിലിന്റെ പുറത്തു നിന്നുകൊണ്ട് വീരമിന്ദൻ, ഹേ ബ്രാഹ്മണാധമ, പുറത്തേക്ക് വരിക. ശിവദ്രോഹിയായ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുകളയാം. നീ വിദ്യാമതം കൊണ്ട് വളരെ ഗർവിതനായിരിക്കുന്നു. ദ്രോഹത്തിന് മുഖ്യസാധനമായ പൂണൂൽ ധരിച്ചിരിക്കുന്ന നിന്നിൽ മഹേശ്വരൻ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ മഹേശ്വരനെയും ഞാൻ പുറത്താക്കാം. ഇങ്ങനെ വീരമിന്ദൻ പറഞ്ഞത് കേട്ട് സുന്ദരൻ അതിഭീതനായിട്ട് ആപത്തിൽ നിന്നും ഉദ്ധരിപ്പാനുള്ള ഉപായത്തെ ത്യാഗേശ്വരനോട് ചോദിച്ചു. ഭക്തന്മാരെ സ്തുതിക്കുക എന്ന് മഹേശ്വരൻ നിയോഗിച്ചതിനാൽ അതിഭക്തിയോടുകൂടെ ഉത്തമവാക്യങ്ങളാൽ ഭക്തന്മാരെ സ്തുതിച്ചു. സംസാര ദുഃഖമാകുന്ന അന്ധകാരനാശത്തിനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യരൂപന്മാരായ മഹേശ്വര ഭക്തന്മാരുടെ പാതാരവിന്ദങ്ങളിലുള്ള പൊടികളെ എന്റെ ശിരസിൽ ധരിച്ചിട്ട് ഞാൻ ആപത്തിനെ കടക്കുന്നു. ഇങ്ങനെ സുന്ദരനാൽ സ്തുതിക്കപ്പെട്ട ഭക്തന്മാർ എല്ലാവരും കൂടി വീരമിന്ദനെ തടുത്തു. സുന്ദരന് അഭയം കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. സുന്ദരനോട് സഖ്യം ചെയ്യണമെന്നും പറഞ്ഞു. വീരമിന്ദൻ ഭക്തന്മാരുടെ വാക്കിനെ അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചു. ഭക്തന്മാർ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാലും വീരമിന്ദൻ ഒരിക്കലും കഴിയില്ലെന്ന് പറയുകയില്ല. ത്യാഗേശ്വരൻ വീരമിന്ദന്റെ ദൃഢഭക്തിയെ കണ്ട് സന്തുഷ്ടനായി ദേവിയോടുകൂടി വൃഷഭാരൂഢനായി പ്രത്യക്ഷനായിട്ട് വീരമിന്ദന് മുക്തിയെ കൊടുത്തു മറയുകയും ചെയ്തു എന്ന് സ്കന്ദോപുരാണത്തിൽ 18-ാം അധ്യായം.